എൻ്റെ ഭാവന വിഷയം കൊറോണ കാലത്തെ സൂം വിശേഷങ്ങൾ. സൂം എന്ന അതിവിദഗ്ധനായ ആപ്പിനെ ഞാൻ പരിചയപ്പെട്ടത് കൊറോണ കാലത്തായിരുന്നു. സൂം പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചതും ഡേവിഡ് അച്ചായൻ പരിചയപ്പെട്ട കോവിഡ് മുഖാന്തരമായിരുന്നു. ഡേവിഡ് അച്ചായൻ കോവിഡിനെ പരിചയപ്പെട്ടപ്പോൾ കോവിഡ് പിന്നെ ഇടിച്ചു കയറി വീട്ടിലെല്ലാവരെയും പരിചയപ്പെട്ടു. വീട്ടുകാർ കോവിഡിനെ ചർച്ചുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ നാട്ടുകാരെയെല്ലാം പരിചയപ്പെട്ട കോവിഡ് ഒരു കോഡ് മാറ്റി കില്ലറായി മാറ്റപ്പെട്ടു. കോവിഡിനെ പരിചയപ്പെട്ട ഓരോരുത്തരും പിന്നെ പുള്ളിക്കാരന്റെ കണ്ണിൽ പെടാതിരിപ്പാൻ മൂക്കും പൊത്തി വായും പൊത്തി മാസ്കും ഇട്ട് ഒളിഞ്ഞും പാത്തും നടന്നു. എന്നിട്ടും കോവിഡ് കില്ലർ വിടില്ലെന്ന വാശിയിലായിരുന്നു. കോവിഡിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒളിച്ചോട്ടത്തിൽ ഒളിച്ചിരുന്ന് ആരാധന കൂടുവാൻ സൂം ഒരു നക്ഷത്രം പോലെ വഴികാട്ടിയായി. ഇനി എന്റെ ഭാവനയിലേക്ക് കടക്കട്ടെ. പരസ്യയോഗത്തിന് പരസ്യമായി ഇറങ്ങാൻ പല ഉപദേശിമാരും മടിക്കുമ്പോൾ മത്തായി ഉപദേശി ഒരു മടിയും കൂടാതെ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പരസ്യയോഗം. സൂം സ്റ്റാറിന്റെ വരവോടെ പരസ്യയോഗം നിലയ്ക്കപ്പെട്ടു. മത്തായി ഉപദേശി ഒരു തരത്തിൽ എന്താണ് മ്യൂട്ടെന്നും എന്താണ് അൺമ്യൂട്ടെന്നും മനസ്സിലാക്കി. ഒരിക്കൽ മത്തായി ഉപദേശി ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുത്തു. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും മറ്റു സ്ത്രീകളെയും കുട്ടികളെയും പോഷിപ്പിച്ച സംഭവമായിരുന്നു പ്രസംഗ വിഷയം. അന്ന് ഏകദേശം 26 ഡിവൈസുകൾ മീറ്റിംഗിലുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. ഈ ഭാഗത്തെക്കുറിച്ച് മത്തായി ഉപദേശി വളരെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സൂമിൽ എൽസ പത്തനാപുരം എന്ന ഡിവൈസിൽ നിന്ന് അവിടുത്തെ അമ്മാമ്മ അച്ഛനോട് ചോദിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് വെച്ച് അറിയാതെ ചോദിച്ചു, അച്ഛാ ചപ്പാത്തി വേണോ അപ്പം വേണോ? മത്തായി ഉപദേശി ഞെട്ടിപ്പോയി. അദ്ദേഹം അറിയാതെ പറഞ്ഞു, എനിക്ക് 2 അപ്പം മതി. അതോടെ അവിടെ ചിരിയുടെ മഴ തന്നെ പെയ്തിറങ്ങി. മറ്റൊരു സംഭവം പറയട്ടെ. ഫിലദൽഫിയ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആരാധന സൂമിൽ നടക്കുകയായിരുന്നു. സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു സാബുച്ചാൻ. സൂമിൽ ശക്തമായ ആരാധന നടക്കുകയായിരുന്നു. തുടർന്ന് സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് സാബുച്ചാൻ പ്രാർത്ഥിച്ചാലും എന്ന് പാസ്റ്റർ ആഹ്വാനം ചെയ്തു. സാബുച്ചാന്റെ ഭാര്യ ഉടനെ അൺമ്യൂട്ട് ചെയ്തു. എന്നാൽ കൈവിരൽ അറിയാതെ വീഡിയോ ബട്ടണിൽ ടച്ച് ആയത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ പാസ്റ്ററും സഹവിശ്വാസികളും സാബുച്ചാന്റെ അപ്പോഴത്തെ ഇരിപ്പ് കണ്ട് ഞെട്ടിപ്പോയി. ഒരു പ്ലേറ്റ് ചോറും ഒരു കപ്പ് തൈരുമായി ചിക്കന്റെ കാൽ കടിച്ചു പറിക്കുന്ന സാബുച്ചാൻ പിന്നെയുള്ള കാര്യം പറയേണ്ടല്ലോ. ബർശേബ ചർച്ച നടന്ന ഒരു സംഭവം പറയട്ടെ. സഭാരാധന സൂമിൽ നടക്കുകയായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ ആരാധനയ്ക്കൊപ്പം കുക്കിംഗ് നടത്തിയാൽ ആരാധന തീർന്നതും അച്ഛനും പിള്ളേരുമൊത്ത് ഈറ്റിങ്ങും പെട്ടെന്ന് കഴിയും. ഈറ്റിംഗ് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് കഴിഞ്ഞാൽ വാക്കിംഗ് കഴിഞ്ഞാൽ ചാറ്റിംഗ് ആൻഡ് TV വാച്ചിങ്. ഇതൊക്കെ മനസ്സിൽ കണ്ട് ആരാധനയ്ക്ക് ആദ്യത്തെ പാട്ടുകൾ പാടുന്ന സമയം അന്നമ്മ ചേട്ടത്തി മീൻ വെട്ടാനെടുത്തു. പാട്ട് ഇതായിരുന്നു, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. പാട്ടിന്റെ താളത്തിനനുസരിച്ച് അന്നമ്മ ചേട്ടത്തി മീനിന്റെ ചെറുമ്പൽ കളഞ്ഞു. പാട്ടിന് ശേഷം സഭാ ശുശ്രൂഷകൻ പറഞ്ഞു, ആരാധനയുടെ അനുഗ്രഹത്തിനായി സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് അന്നമ്മ സഹോദരി പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞതും ചേട്ടത്തി ഒന്ന് ഞെട്ടിപ്പോയി. ഒരു തരത്തിൽ അൺമ്യൂട്ട് ചെയ്ത് വലത്തെ കയ്യിൽ കത്തിയും ഇടത്തെ കയ്യിൽ മത്തിയും പിടിച്ചുകൊണ്ട് അന്നമ്മ ചേട്ടത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ചുരുക്കരൂപം ഇതായിരുന്നു, ഞങ്ങളുടെ മധ്യത്തിൽ തീ ഇറക്കണമേ, വേവാത്ത ഭാഗമെല്ലാം എന്ത് സുഗ്രാഹ്യമായ യാഗമായി തീരണമേന്ന്. പാവം പാസ്റ്റർ ഇതൊന്നും അറിയുന്നില്ല. വളരെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്നെയാണ് കർമ്മേൽ ചർച്ചിലെ ആരാധനയും നടത്തിയിരുന്നത്. ഒരു ദിവസം സൂം മീറ്റിംഗിൽ ജീന സിസ്റ്റർ വീഡിയോ ഓൺ ചെയ്തു. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജീന സിസ്റ്റർ ഉറങ്ങാനും തുടങ്ങി. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പാസ്റ്റർ ഉച്ചത്തിൽ പ്രസംഗിച്ചപ്പോഴും സിസ്റ്റർ ഒന്നും അറിയുന്നില്ലായിരുന്നു. സിസ്റ്ററിന്റെ ഉറക്കം മാറ്റാൻ പാസ്റ്റർ മേശപ്പുറത്ത് 2 തട്ട് തട്ടി. സിസ്റ്ററിന് ഒരു കുലുക്കവുമില്ലായിരുന്നു. ഉറങ്ങുന്നവർ കൈപൊക്കി ഹല്ലേലൂയ പറയാൻ പാസ്റ്റർ പറഞ്ഞു. എന്നിട്ടും സിസ്റ്ററിന്റെ ഉറക്ക നിലപാടിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. മില്ലെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. ഇന്റർനെറ്റിന്റെ പ്രശ്നം മുഖാന്തരം ജീന സിസ്റ്റർ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്റ്റക്കായതാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് തെറ്റിദ്ധാരണ എന്ന മഹാകോമാളിയുടെ വേഷവും ഉടലെടുക്കുന്നത്. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ദൈവസ്നേഹം ഉള്ളിലുണ്ടായിരിക്കണം. തെറ്റിദ്ധാരണ കൂടുന്തോറും ഐക്യതയുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും. ഐക്യത കുറയുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികളായ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ എന്നീ വൈറസുകൾ തലപൊക്കുവാൻ തുടങ്ങും. നിയമസഭയിൽ നാം പതിവായി കാണാറുള്ള ഒരു പ്രതിഭാസമാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് അഥവാ വാക്കൗട്ട്.
എന്നാൽ സൂമിലും ഇത് പതിവാണ്. ഇഷ്ടപ്പെടാത്ത പാട്ട്, പ്രസംഗം, പ്രാർത്ഥന എന്നിവയൊക്കെ കാരണങ്ങൾ പറഞ്ഞ് സൂമിൽ നിന്ന് വളരെ സൈലന്റായി ലെഫ്റ്റ് അടിക്കുന്നവരെ നാം കാണാറുണ്ട്. പാസ്റ്റർ കാരണം ചോദിക്കുമ്പോൾ അവസരത്തിനൊത്ത് ഉത്തരവും കൊടുക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹോസ്റ്റിന് വീഡിയോ ഓൺ ചെയ്യാനുള്ള റൈറ്റ് സൂമിനുണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ ഭാവന ഇവിടെ തീർക്കാൻ പറ്റില്ലായിരുന്നു. പ്രിയ മക്കളെ, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. മനുഷ്യരെ പ്രസാദിക്കുവാനല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അതിപരിശുദ്ധനുമാണ് നാം സേവിക്കുന്ന ദൈവം. ഈ ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടി സേവിപ്പാനും ആരാധിപ്പാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാവനയ്ക്ക് ബ്രേക്കിടട്ടെ.